ഇവരെന്തിയെ? അവന്റെ ഇന്നലത്തെ പെർഫോമൻസ് അനുസരിച്ച് ഇന്നവൻ വരത്തില്ല. ഓ, അത് കാണേണ്ടത് തന്നെയായിരുന്നു. ഇന്ന് കളിക്കാൻ ഇറങ്ങിയില്ലേ? വെറുതെ എന്തിനാ ഞാനായിട്ട് മറ്റുള്ളവരുടെ സന്തോഷം കളയുന്നേ? എനിക്കെല്ലാം മതിയായി. ഇത് വലിയ തമാശ. ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണോ നീ ഇത് വേണ്ടെന്ന് വെക്കുന്നേ? ഇന്നലകൾ നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയവയല്ലേ. ഇന്നിലല്ലേ നാം ജീവിക്കേണ്ടത് നല്ലൊരു നാളേക്കായി. അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? നീ അങ്ങോട്ട് നോക്കിക്കേ. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ദൈവം ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. നീ നിന്നെ തന്നെ വില കുറച്ചവനായൊക്കെ കാണരുത്. നിനക്കും നിന്റെ ഈശോയ്ക്ക് മാത്രം അറിയാവുന്ന കഴിവും വിലയും നിനക്കുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ മാറി നിന്നാൽ ഹു വിൽ പ്ലേ യുവർ പാർട്ട്? കാഴ്ചക്കാരനാവരുത്. യു ആർ ദ പ്രൊട്ടക്ടർ. നീ ഇറങ്ങ്, അപ്പോൾ മനസ്സിലാവും. യെസ്, ഐ ക്യാൻ ഡു ദിസ്. താങ്ക് യു. ഐ ക്യാൻ ഡു ദിസ്. ഐ ക്യാൻ. നീയാണ് നമ്മുടെ പ്രൊട്ടക്ടർ. ഈശോ മിശിഹായിക്ക് അച്ഛൻ ഞങ്ങളെയും കാത്തിരിക്കുമായിരുന്നോ? അതെ അതെ, നിങ്ങളെയും കാത്തു നിൽക്കുകയായിരുന്നു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ, വണ്ടിയൊക്കെ കിട്ടി. അപ്പൊ കുറവലങ്ങാട് നിന്ന് എല്ലാവരും ഒരുമിച്ചല്ല കയറി വന്നേ? അതെ. ഇതാ ക്ലാരറ്റ് ഭവൻ മൈനസ് സെമിനാരി, ക്ലരീഷ്യൻ മിഷണറി സഭയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഭവനം. അച്ഛൻ ക്ലരീഷ്യൻ സഭയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് 1849 സ്പെയിനിലെ വിക്കിൽ സ്ഥാപിച്ച മിഷണറി സമൂഹമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ക്ലരീഷ്യൻ മിഷണറി സഭ, CMF എന്ന് ചുരുക്കി പറയും. അതിനെ വിപുലീകരിച്ചു പറഞ്ഞാൽ C കോർഡിസ്, M മരിയെ, F ഫീലിയി, അങ്ങനെ CMF എന്നാണ്. ഇതാണ് ക്ലാരറ്റ് ഭവൻ സെമിനാരിയുടെ ഹൃദയമാകുന്ന ദേവാലയം. അച്ഛന്മാരും അതോടൊപ്പം ബ്രദർമാരുമൊക്കെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലുമൊക്കെ പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് കൂടുന്നത് ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത് സന്തോഷവും അതിലുപരി ദൈവാനുഗ്രഹവുമാണ്. ഇനി മുതൽ അതും നിങ്ങൾക്കും സ്വന്തമാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛാ, നമ്മൾ പഠിക്കുന്നതൊക്കെ എവിടെയാ? എല്ലാവരും പോരെ? നിങ്ങളെല്ലാവരും പഠിക്കുന്ന സ്ഥലം അച്ഛൻ കാണിച്ചു തരാം. ദേ ഇവിടെ തന്നെ ക്ലരീഷ്യൻ മിഷണറിമാരാകാനായി ആഗ്രഹിക്കുന്ന കൂട്ടുകാർ തങ്ങളുടെ വൈദിക പരിശീലനത്തിൻ്റെ ആദ്യത്തെ വർഷം ആരംഭിക്കുന്നത് ഈ ക്ലാസ് മുറിയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് അവരുടെ ആദ്യ സെമിനാരി പഠനം ആരംഭിക്കുന്നതും. ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകളും പഠനങ്ങളുമാണ് അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്, കൂടാതെ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ പരിശീലിപ്പിക്കുന്നതും. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് നിങ്ങളുടെ സംഗീത ക്ലാസ് റൂം. എല്ലാവരും പത്രമൊക്കെ വായിക്കുന്നവരാണെന്ന് അച്ഛൻ കരുതുവാണ് കേട്ടോ.
പ്ലാറ്റ്ഫോമിലെ വിദ്യാർത്ഥികളൊക്കെ പത്രങ്ങളും മറ്റു മാസികകളും ഒക്കെ വായിക്കുന്നതും കൂടാതെ പഠനത്തിന് ആവശ്യമായുള്ള റെഫറൻസ് ഒക്കെ നടത്തുന്നതുമെല്ലാം ഈ വായനാമുറിയിൽ ഇരുന്നു കൊണ്ടാണ്. അല്ലെങ്കിൽ പോരെ, നമുക്ക് പതുക്കെ ഊട്ടുമുറിയിലേക്ക് പോകാം. നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് അല്പസമയം നമുക്ക് വർത്തമാനം പറയാം. ആന്റണി ക്ലാരറ്റ് അച്ഛൻ വചനപ്രഘോഷണത്തിന് മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് CMF സഭ സ്ഥാപിച്ചത്. ഇന്ന് CMF സഭ സ്ഥാപിച്ച് 170 വർഷങ്ങൾ പിന്നിടുമ്പോൾ 67 രാജ്യങ്ങളിലായി 2 മെത്രാപ്പോലിത്തമാരും 21 മെത്രാന്മാരും 3000-ലേറെ മിഷണറിമാരും വചനപ്രഘോഷണത്തോടൊപ്പം വിവിധങ്ങളായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ്. ഇതാണ് ക്ലാരറ്റ് ഭവൻ സെമിനാരിയുടെ ഊട്ടുമുറി. എന്തേ നിങ്ങളെല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്? ഇത്രയും വലിയ ഊട്ടുമുറി ആദ്യം കാണുന്നതാ? എല്ലാവരും അച്ഛന്മാരും ബ്രദർമാരും ഒക്കെ എല്ലാവരും ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ ഊട്ടുമുറിയിൽ വന്നാണ്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്ലരീഷ്യൻ സഭയിൽ 272 രക്തസാക്ഷികളുണ്ട്. അതിൽ 184 പേരും വാഴ്ത്തപ്പെട്ടവരാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാനായി 184 പുണ്യാത്മാക്കൾ. അതവിടെ നിൽക്കട്ടെ. അച്ഛൻ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ സഭയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാട്ടിലൊന്നും ഇല്ലേ എന്ന്. അതും അച്ഛൻ പറഞ്ഞു തരാം. 1970-ലാണ് ആദ്യമായി ക്ലരീഷ്യൻ സഭയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സീറോ മലബാർ സഭയിൽ ആരംഭിക്കുന്നത്. പാലാ രൂപതയിൽ ചേർന്ന് വൈദികരാകാൻ ആഗ്രഹിച്ച വൈദിക വിദ്യാർത്ഥികളിൽ കുറച്ചു പേരെ വീതം അന്നത്തെ പാലാ രൂപത മെത്രാനായ അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് ക്ലരീഷ്യൻ സഭയ്ക്ക് വേണ്ടി വൈദികരാകുവാൻ ജർമ്മനിയിലേക്ക് അയച്ച് പരിശീലനം നേടി വന്നവരാണ് ഭാരതത്തിൽ ക്ലരീഷ്യൻ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അതിൽ എടുത്തു പറയേണ്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് മാധവത്തച്ഛൻ. ഈ കുന്നിൻ മുകളില് 1969 സ്ഥലം വാങ്ങി 1970 ഈ മനോഹരമായ സെമിനാരിയുടെ പണി ആരംഭിച്ച് 1971 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 15 മാസം കൊണ്ട് അത് പൂർത്തിയാക്കിയത് അച്ഛന് സഭയോടുള്ള അതീവ താല്പര്യമാണ് കാണിക്കുന്നത്. അച്ഛൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനും കൂടാതെ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനും ഒക്കെയാണ്. അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ മാധവത്തച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ ഇന്ന് ക്ലരീഷ്യൻ സഭ സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും തന്നെ പലതരത്തിലുള്ള ശുശ്രൂഷകളിൽ പങ്കാളിയാണ്. ഈ പാലായിൽ മാത്രമല്ല കേട്ടോ, കാഞ്ഞിരപ്പള്ളിയിലും ഇടുക്കിയിലും കോതമംഗലത്തും എറണാകുളത്തും തൃശ്ശൂരും അതോടൊപ്പം തന്നെ വയനാട്ടിലും തലശ്ശേരിയിലും ഒക്കെ വിവിധ മേഖലകളിൽ കൂടിയാണ് ക്ലരീഷ്യനച്ചന്മാര് വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളിൽ കൂടി കടന്നു പോകുന്നത്. വാ, നമുക്ക് പതുക്കെ പുറത്തേക്ക് നടക്കാം. വാ, കേറി വാ. ഇതാണ് ക്ലാരറ്റ് ഭവൻ സെമിനാരിയുടെ കലാവേദി. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു വേദിയാണ് ക്ലാരറ്റ് ഭവന്റെ ഈ പബ്ലിക് ഓഡിറ്റോറിയം. ഈ വേദിയിലാ നിങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും അഭിനയിക്കുന്നതുമെല്ലാം. കൂടാതെ മറ്റു കഴിവുകളും വളർത്താൻ ഉപയോഗിക്കുന്ന വേദിയും ഇത് തന്നെയാണ്. എങ്ങനെ നമ്മുടെ സ്റ്റേജും കലാവേദിയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ നിങ്ങൾക്ക്? അച്ഛാ, ഇവിടെ കലാപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ടോ? ഈ വേദിയിലാ നിങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും അഭിനയിക്കുന്നതെല്ലാം. കൂടാതെ മറ്റു കഴിവുകളും വളർത്താൻ ഉപയോഗിക്കുന്ന വേദിയും ഇത് തന്നെയാണ്. വചനപ്രഘോഷണ മേഖലയില്, വിദ്യാഭ്യാസ മേഖലകളില്, ഇടവക ശുശ്രൂഷകളിൽ, യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായുള്ള ക്യാമ്പസ് ധ്യാനങ്ങളിലൂടെയും ആതുര സേവനത്തിലൂടെ, പ്രത്യേകിച്ച്
മാനസിക രോഗികളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും പുനരധിവാസത്തിനും വേണ്ടി HIV എയ്ഡ്സ് ബാധിതർക്കുള്ള ആശ്രയമായിട്ട് ജയിൽ മിനിസ്ട്രിയിലൂടെ, മിഷൻ പ്രവർത്തനങ്ങളിലൂടെ എന്നിങ്ങനെ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവർക്ക് ആശ്രയവും ആലംബവുമായിട്ടാണ് ക്ലരീഷൻ അച്ഛന്മാര് നമ്മുടെ സീറോ മലബാർ സഭയിൽ പ്രവർത്തിക്കുന്നത്. അച്ഛാ, ഇവിടെ കളിക്കാനൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. വാ, അവിടെയൊക്കെ അച്ഛൻ കാണിച്ചു തരാം. ക്രിക്കറ്റും ഫുട്ബോളും വോളിബോളും ബാസ്കറ്റ് ബോളും ഷട്ടിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, പ്രത്യേകിച്ച് അതിൻ്റെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ക്ലാരറ്റ് ഭവൻ സെമിനാരി പ്രാധാന്യം നൽകുന്നുണ്ട്. എങ്ങനെ? ക്ലാരറ്റ് ഭവനും ക്യാമ്പസും കളിസ്ഥലവും കലാവേദിയും ഒക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ, അനീഷച്ചൻ്റെ കൂടെ ഈ വരുന്ന അധ്യയന വർഷത്തിൽ ചേരുകയല്ലേ? പിന്നെ നിങ്ങൾ വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതെല്ലാം വീട്ടിൽ ചെന്ന് ക്ലാരറ്റ് ഭവനെ പറ്റിയും ക്ലരീഷൻ സഭയെ പറ്റിയും ഒക്കെ നിങ്ങൾ പറയുക, പറഞ്ഞു കൊടുക്കുക. അവരും അറിയട്ടെ നമ്മുടെ ഈ സഭയെപ്പറ്റി. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാവാൻ, 100 പേരിൽ ഒരാളായി എണ്ണപ്പെടാൻ, ദൈവജനത്തിന് സംരക്ഷകനാവാൻ ഈശോ നിന്നെ വിളിക്കുന്നു. ഐ കോൾഡ് യു, യു ആർ മൈൻ. ഈ ക്ഷണം നമുക്കും സ്വീകരിക്കാം. യു ആർ വെൽക്കം. യു ആർ വെൽക്കം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാധവത്തച്ഛൻ ഈ സെമിനാരി പണി കഴിപ്പിച്ചത് മാധവത്തച്ഛനാണ് കേട്ടോ. അച്ഛൻ പാലാ രൂപതാംഗമായിരുന്നു. അതോടൊപ്പം തന്നെ പാലാ രൂപതയ്ക്ക് വേണ്ടി സെമിനാരി പഠനം ആരംഭിച്ചതായിരുന്നു. പക്ഷെ പിന്നീട് ക്ലരീഷൻ സഭ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ദൈവം നിയോഗിച്ചത് ബഹുമാനപ്പെട്ട മാധവത്തച്ഛനെയാണ്. ഇനി മാധവത്തച്ഛൻ നിങ്ങളോട് പറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. Claret was always kind and generous to all. അച്ഛൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് കേട്ടോ. ഒപ്പം അച്ഛൻ പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്നു അച്ഛൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം കൂടി അച്ഛൻ പറയാം. അച്ഛൻ എവറസ്റ്റ് കൊടുമുടി കയറിയ വ്യക്തിയാണ് കേട്ടോ. മൗണ്ടനറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഇന്ത്യയിൽ അതിൻ്റെ ഇതുണ്ടേ. അതിൻ്റെ നോക്കുന്ന ഒരാള് ഹിമാലയ ആദ്യം കയറിയ ടെൻസിങ്ങും ഹിലാരിയും 2 പേരാണ് ആദ്യം കയറിയത്. അതിൽ ടെൻസിങ് ഇന്ത്യക്കാരൻ, ഹിലാരി ബ്രിട്ടീഷുകാരൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Here I am. I surrender all I am now to proclaim your word to all the world. Here I am, I long to serve you, and let your kingdom come, and let your will be done. Here I am, living for your word.